കുറച്ചു കാലങ്ങളായി വിവാദങ്ങൾ കൊണ്ട് നിറയുകയാണ് കേരളത്തിലെ ആരോഗ്യമേഖല. അനുദിനം ആരോഗ്യമന്ത്രിയും മുഖ്യമന്ത്രിയും കേരളത്തിന്റെ ആരോഗ്യമേഖലയെ കണ്ണുമടച്ചു വാഴ്ത്തുമ്പോൾ അവർ സൗകര്യപൂർവ്വം മറക്കുന്ന ചില കാര്യങ്ങളുണ്ട്. സംസ്ഥാനത്തെ ആരോഗ്യമേഖലയിൽ പാകപ്പിഴകൾ ഉണ്ട് എന്ന ആരോപണങ്ങളും പരാതികളും ഉയരാൻ തുടങ്ങിയിട്ട് കാലം കുറച്ചായി. കോവിഡ് കാലത്ത് PPE കിറ്റ് വാങ്ങിയതിൽ അഴിമതിയുണ്ട് എന്ന ആരോപണമായിരുന്നു പിണറായി സർക്കാരിനെതിരെ ആദ്യം ഉയർന്നത്. പിന്നീട് ഇങ്ങോട്ട് എത്തി നിൽക്കുന്നത് ഗുരുതര ആരോപണങ്ങളിലാണ്. അതിൽ ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ ആരോപണമാണ് ഏറെ കോളിളക്കം സൃഷ്ടിച്ചത്. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ഇല്ലാത്തതുകൊണ്ട് ഓപ്പറേഷൻ മുടങ്ങിയെന്നും ഉപകരണങ്ങൾ വാങ്ങണമെങ്കിൽ ഉദ്യോഗസ്ഥരുടെ പിന്നാലെ പലതവണ പോകേണ്ട അവസ്ഥയാണ് എന്നും അടക്കമുള്ള ആരോപണങ്ങളാണ് ഹാരിസ് ഉന്നയിച്ചത്. അതുയർത്തിയ കോലാഹലത്തിനിടെയാണ് കോട്ടയം മെഡിക്കൽ കോളേജ് കെട്ടിടത്തിന്റെ ശുചിമുറി ഇടിഞ്ഞു വീണ് രോഗിയായ മകൾക്ക് കൂട്ടിരിക്കാൻ വന്ന അമ്മയുടെ ദാരുണ മരണം സംഭവിക്കുന്നത്. മൃതദേഹം കണ്ടെടുത്തതാവട്ടെ പൊളിഞ്ഞ കെട്ടിടത്തിനുള്ളിൽ ആരുമില്ലെന്ന് മന്ത്രിമാരായ വീണ ജോർജും VN വാസവനും സാക്ഷ്യപ്പെടുത്തി മടങ്ങിയതിനു ശേഷവും. എന്നാൽ ഇതിനെല്ലാം കാരണം താനല്ലെന്നും സിസ്റ്റമാണ് കാരണമെന്നുമായിരുന്നു വീണ ജോർജിന്റെ മറുപടി. ആരോഗ്യമന്ത്രി പറഞ്ഞത് ശരിയാണ്, സിസ്റ്റമാണ് പ്രശ്നം. എല്ലാ കുഴപ്പങ്ങൾക്കും കാരണമായ ഈ സിസ്റ്റം ആരാണ്? ആ സിസ്റ്റം സർക്കാരാണ് എന്ന് മന്ത്രി മറക്കാതിരുന്നാൽ നന്ന്. മെയ് 2 കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ അത്യാഹിത വിഭാഗത്തിലുണ്ടായ തീപിടുത്തമായിരുന്നു അടുത്തിടെ ആരോഗ്യമേഖലയിലുണ്ടായ മറ്റൊരു വലിയ അത്യാഹിതം. ഇതേ സിസ്റ്റം കാരണം ഇത്തരം അപകടങ്ങൾ ഇനി ഉണ്ടായാൽ കേരള ജനത എന്ത് ചെയ്യണം? ഡോക്ടർ ഹാരിസിന്റെ ആരോപണങ്ങൾ ചർച്ചയായപ്പോൾ ഇന്ത്യയിലെ തന്നെ ഏറ്റവും മികച്ച ആരോഗ്യമേഖലയെ തെറ്റായി ചിത്രീകരിക്കുന്നതിന് കാരണമായി എന്ന് പറഞ്ഞ മുഖ്യമന്ത്രി തുടരെ നടന്ന ആരോഗ്യമേഖലയിലെ അപകടങ്ങളെക്കുറിച്ച് എന്തു മറുപടിയാണ് നൽകാൻ പോകുന്നത്? നമ്പർ 1 ചികിത്സ കേരളത്തിൽ ഉണ്ടെന്ന് അവകാശപ്പെടുന്ന മുഖ്യമന്ത്രി സ്വന്തം ചികിത്സയ്ക്കായി വിദേശത്തേക്ക് പോയത് എന്തുകൊണ്ടാണ് എന്നും ജനം ചോദിക്കുന്നുണ്ട്. ഇത്രയും കോലാഹലങ്ങൾ സൃഷ്ടിക്കപ്പെടുകയും വിവാദങ്ങൾ ഉയരുകയും ചെയ്തപ്പോഴും എന്തുകൊണ്ടാണ് മാതൃക കാട്ടാനും ജനങ്ങളുടെ ആകുലതകളും സംശയങ്ങളും നീക്കാനും മുഖ്യമന്ത്രി കേരളത്തിൽ ചികിത്സ തേടാതിരുന്നത്? സർക്കാർ ആശുപത്രിയിലെ ചികിത്സയിൽ മരിക്കാൻ തുടങ്ങിയ താൻ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സ തേടിയതുകൊണ്ടാണ് ജീവൻ നിലനിർത്തിയത് എന്ന് മാധ്യമങ്ങളോട് തുറന്നു പറഞ്ഞ മന്ത്രി സജി ചെറിയാന്റെ അതേ അഭിപ്രായം തന്നെയാണോ മുഖ്യമന്ത്രിക്കും? ഒരു മന്ത്രി തന്നെ സർക്കാർ ആശുപത്രിയിലെ ചികിത്സയുടെ ഗുണനിലവാരത്തെ ചോദ്യം ചെയ്യുമ്പോൾ സാധാരണക്കാർ എന്ത് വിശ്വാസത്തിൽ സർക്കാർ ആശുപത്രികളിലേക്ക് പോകണം? ഇനി ആശുപത്രിയിൽ പോയി ചികിത്സ കഴിഞ്ഞ് മടങ്ങുമ്പോൾ വയറ്റിൽ കത്രികയാണോ കത്തിയാണോ തുന്നിക്കെട്ടിയിരിക്കുന്നത് എന്ന പേടി വേറെയും. പ്രസവ ശസ്ത്രക്രിയക്കിടെയാണ് ഹർഷിനിയുടെ വയറ്റിൽ കോഴിക്കോട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ നിന്നും കത്രികയും ഒപ്പം തുന്നിക്കെട്ടിവെച്ചത്. അസ്വസ്ഥതകൾ അനുഭവപ്പെട്ടതിനെ തുടർന്ന് ഹർഷിന പരിശോധന നടത്തിയപ്പോഴാണ് വയറ്റിൽ കത്രിക കണ്ടെത്തുന്നത്. അപ്പോഴും തങ്ങളുടെ അനാസ്ഥയാണ് എന്ന് മനസ്സിലായിട്ടും ആശുപത്രിയും ആരോഗ്യവകുപ്പും ഹർഷിനിയോട് മുഖം തിരിച്ചു. അവർക്ക് പറ്റിയത് തെറ്റല്ല എന്ന് വാദിക്കാൻ ശ്രമിച്ചു. ഒടുവിൽ ശാസ്ത്രീയ പരിശോധനകളിലൂടെ ആശുപത്രിയുടെ ഭാഗത്തു നിന്ന് വന്ന വീഴ്ച വെളിപ്പെടുകയായിരുന്നു. ഇപ്പോഴും അവർ നീതിക്കായി പോരാടുകയാണ്. ഇത് മാത്രമോ? എന്ത് വിശ്വാസത്തിലാണ് ഗവൺമെന്റ് ആശുപത്രികളിൽ കണ്ണടച്ചൊന്ന് കിടക്കേണ്ടത്? പീഡിപ്പിക്കപ്പെടില്ല എന്ന് എന്താണ് ഉറപ്പ്? ഇതേ കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ICUവിൽ വെച്ചാണ് ശശീന്ദ്രൻ എന്ന ജീവനക്കാരൻ രോഗിയെ പീഡിപ്പിക്കാൻ ശ്രമിച്ചത്. അതിജീവിത എല്ലാം തുറന്നു പറഞ്ഞ് രംഗത്തെത്തിയപ്പോൾ അവരെ പിന്തുണച്ച നഴ്സ് അനിതയ്ക്കെതിരെ അച്ചടക്ക നടപടി സ്വീകരിക്കുകയാണ് ആരോഗ്യവകുപ്പ് ചെയ്തത്. അനസ്തേഷ്യയുടെ മരവിപ്പിൽ കൈകൾ പോലും അനക്കാൻ കഴിയാതെ നിസ്സഹായയായി കിടന്ന യുവതിയെ പീഡിപ്പിച്ച കാബാലികനെ അപ്പോഴും സംരക്ഷിക്കാനാണ് സർക്കാർ ശ്രമിച്ചത്. അല്ലെങ്കിൽ പറയൂ, എന്തുകൊണ്ട് അതിജീവിതയ്ക്കൊപ്പം നിന്ന നഴ്സിനെതിരെ നിങ്ങൾ അച്ചടക്ക നടപടി സ്വീകരിച്ചു? ഗവൺമെന്റ് ആശുപത്രിയിലെത്തുന്ന രോഗികൾ കിടക്കാൻ സ്ഥലമില്ലാതെ തറയിൽ കിടന്ന വാർത്തകളും പുറത്തു വന്നിരുന്നില്ലേ? ഈ വാർത്തകൾ പുറത്തു വന്നപ്പോഴും തലസ്ഥാനത്തെ 2ാം സർക്കാർ മെഡിക്കൽ കോളേജ് എന്ന ലക്ഷ്യത്തോടെ മുൻ UDF സർക്കാരിന്റെ കാലത്ത് നിർമ്മിച്ച 5 നില കെട്ടിടം തുറക്കാതെ പൂട്ടിവെച്ചിരിക്കുകയായിരുന്നു പിണറായി സർക്കാർ. ഈ ആശുപത്രികളിലാണെങ്കിൽ ശസ്ത്രക്രിയാ ഉപകരണങ്ങൾ ലഭ്യമല്ലെന്നും ഓർത്തോ വിഭാഗത്തിൽ ശസ്ത്രക്രിയകൾക്കുള്ള ഉപകരണ കിറ്റും അനുബന്ധ സാധനങ്ങളും സ്വകാര്യ സ്ഥാപനങ്ങളിൽ നിന്ന് രോഗികൾ തന്നെ വാങ്ങി നൽകുകയാണ് ചെയ്യുന്നത് എന്നും രോഗികളും കൂട്ടിരിപ്പുകാരും തന്നെ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. ഇനി ഇതിന്റെ വിലയോ 2000 മുതൽ 5000 രൂപ വരെയാണ്. ചികിത്സയ്ക്ക് മതിയായ പണമില്ലാത്തതിനാൽ സർക്കാർ ആശുപത്രികളെ ആശ്രയിക്കുന്ന സാധാരണക്കാരുടെ മേൽ അമിതഭാരം ഏൽപ്പിക്കുകയാണ് സർക്കാർ ചെയ്യുന്നത്.
മോർച്ചറികളിൽ പോലും അവസ്ഥ പരിതാപകരമാണ്. പല ആശുപത്രികളിലും മോർച്ചറിയിലെ ചേംബറുകൾ തകരാറിലാണ് എന്നാണ് റിപ്പോർട്ടുകൾ. ഡോക്ടർ ഹാരിസ് അടക്കമുള്ളവർ ഇത്തരം ന്യൂനതകൾ നമ്മളോട് തുറന്നു പറയുമ്പോൾ സ്വകാര്യ മേഖലയ്ക്ക് വേണ്ടി ബഹുരാഷ്ട്ര ബൂർഷ്വാ കുത്തകകൾ നടത്തുന്ന ഗൂഢാലോചനയുടെ ഭാഗമായി ആരോഗ്യ മേഖലയെ തകർക്കാനുള്ള ശ്രമങ്ങൾ നടക്കുന്നുവെന്നാണ് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ മാസ്റ്റർ നൽകിയ വിശദീകരണം. കോട്ടയം മെഡിക്കൽ കോളേജിലെ പഴയ കെട്ടിടം നിലംപൊത്തിയതും കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ തീപിടുത്തവുമെല്ലാം ഈ ഗൂഢാലോചനയുടെ ഭാഗമാണോ എന്നുകൂടി ഗോവിന്ദൻ മാഷ് മറുപടി നൽകിയാൽ നന്ന്. ഡോക്ടർ ഹാരിസ് ചിറക്കലിന്റെ വെളിപ്പെടുത്തലിന് പിന്നാലെ ആവശ്യത്തിന് ഫണ്ടുകൾ ലഭിക്കാത്തത് ആരോഗ്യ മേഖലയെ സാരമായി ബാധിക്കുന്നുവെന്ന ആരോപണങ്ങളും ശക്തമാണ്. എന്നാൽ ഫണ്ടുകളൊന്നും വെട്ടിക്കുറച്ചില്ല എന്നും കൂടുതൽ തുക അനുവദിക്കുകയാണ് ചെയ്തത് എന്നുമാണ് ധനമന്ത്രി KN ബാലഗോപാൽ ആരോപണങ്ങൾക്ക് നൽകിയ മറുപടി. കഴിഞ്ഞ 2 വർഷമായി ബജറ്റിൽ അനുവദിച്ചതിലും ഏറെയാണ് തുക നൽകിയിരിക്കുന്നത് എന്നും മന്ത്രി പറയുന്നുണ്ട്. 9,994 കോടി രൂപ കഴിഞ്ഞ സാമ്പത്തിക വർഷം ആരോഗ്യവകുപ്പിന് അനുവദിച്ചതായി പിന്നീട് ധനവകുപ്പ് അറിയിച്ചു. ആദ്യം 9,667 കോടി അനുവദിക്കുകയും പിന്നീട് അധിക തുക വകയിരുത്തുകയായിരുന്നുവെന്നുമാണ് മന്ത്രി പറഞ്ഞത്. ആരോഗ്യ മേഖലയിലെ നിലവിലെ പ്രശ്നങ്ങൾക്ക് കൃത്യമായ പരിഹാരമാണ് ആവശ്യം. നിലവിലെ ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാതെ കേരളം ആരോഗ്യ മേഖലയിൽ നമ്പർ 1 ആണ് എന്ന് നിങ്ങൾക്ക് ആവർത്തിക്കാൻ കഴിയില്ല. നിലവിൽ ചികിത്സാ ചെലവ് ഉയരുന്നത് ആരോഗ്യ വിദഗ്ധർ ചൂണ്ടിക്കാട്ടുമ്പോൾ അതിനെ നിസ്സാരമായി തള്ളിക്കളയരുത്. പൊതുജനങ്ങൾക്ക് കെട്ടുറപ്പുള്ള ആരോഗ്യ സംവിധാനം ആവശ്യമാണ്. അത് അവരുടെ അവകാശമാണ്.